പാലാരിവട്ടത്തെ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഡിസംബർ 31 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് യോഗം നടന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമായിരുന്നു. ഉപദേശക സമിതി അംഗമായ ജോൺ കല്ലാട്ട്, എടശ്ശേരി ജോസ്, ഉണ്ണി എന്ന് വിളിക്കുന്ന രാജ്കുമാർ, MD ധനേഷ്, കൃഷ്ണദാസ്, അതുപോലെ തന്നെ ബാലൻ, ഇന്ദ്രബാലൻ അല്ലെ, എക്സിക്യൂട്ടീവ് അംഗം അനിമോൻ അല്ലെ, ആ പങ്കെടുത്ത യോഗത്തിന്റെ ക്ലിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് പ്രധാനമായി അനിമോൻ പറയുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ സംസാരിച്ചതാണ് അനിമോൻ പറയുന്നത്. 2 തവണ ജോസ് കെ മാണിയോട് അനിമോൻ പറഞ്ഞു, എന്നെ വിളിച്ച് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം മൊത്തം വിളിച്ച് പറയും. അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ട നടപടി ഒഴിവാക്കി തരണം. അദ്ദേഹത്തെ എൻക്വയറിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, വിജിലൻസ് എൻക്വയറിയിൽ ഒഴിവാക്കാൻ വേണ്ട നടപടി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം ജോസ് കെ മാണി വിളിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത്. നിങ്ങൾ വളക്കാനാണോ ഒടിക്കാനാണോ ആ യോഗത്തിൽ തീരുമാനിച്ചത്? അതായത് റോയിയുടെ ഒരു സമ്മർദ്ദപ്രകാരം അനിമോൻ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, എന്നോട് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ പ്ലാൻ ചെയ്യുന്നത് ഇത് വളക്കാൻ മാത്രമാണ്. ഇത് പരമാവധി ഇതിൽ നിന്ന് കെ മാണിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ശ്രമിക്കുന്നത്. അന്നത്തെ ഈ പ്രഷർ കൊണ്ട് പ്രധാനമായി ഉണ്ടായിരുന്നത് ഇത് എങ്ങനെ നമുക്ക് ഇവർക്ക് എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ മൊഴിയിൽ നിന്നും മാണി സാറിനെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു ആലോചന തന്നെയായിരുന്നു അതിന്റെ പ്രധാനം. പക്ഷേ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നോക്കിയത്. ഞാനത് പറഞ്ഞു, എനിക്ക് അതിനോട് താല്പര്യമില്ല, നിങ്ങൾക്ക് ഞാനിതിൽ നിന്ന് മാറില്ല എന്നുള്ള ഈ തരം നിന്നപ്പോഴായിരുന്നു ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. അവർക്കിവിടെ പിന്നെ ഭാവിയിൽ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള ഓരോരുത്തർ ആ ഒരു പ്രഷറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല, 3 രൂപ കൊടുക്കാന്ന് നിങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞു 3 രൂപ പോയിട്ട് 2 രൂപ ഉടനെ ജോഡിയുടെ എടുത്ത് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു. അതിനും പോയി പറഞ്ഞു, അത് ജോഡിയുടെ പിന്നെ ഞാൻ കാണില്ലേ ഒന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ മണത്തറുത്ത കൊലച്ചിട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആരുടെയും ചോദിച്ച് ഇത് ചെയ്യേണ്ടത് എന്നോട് കൂടെ തരണം. ഞാൻ അതൊന്നും പറയാം. ഞാൻ ഇവരെ കാശി ജീവിക്കാൻ പോയത് കാശി ജീവിക്കാൻ എവിടെയെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ ഞാൻ ആരോട് എന്നിട്ട് ഇതില്ല 10 ലക്ഷം രൂപ ഞാൻ എന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് വീടും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് യുവനേട്ടാ വിളിച്ചിട്ടുണ്ടോ? യോണ 2 കോടി അനുഭവം 3 രൂപ എന്താ കൊടുക്കാമെന്ന് ജോണേട്ടൻ മാണി സാറിനോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ 2 രൂപ കൊണ്ടുവരാൻ, ഇവിടെ ബാക്കി 2 രൂപ കൊണ്ടുവരാനായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടു എന്ന്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജോണേട്ടൻ അന്ന് പോയിട്ട് പിന്നെ കാണുന്നത് ഇന്നാണ് ജോണേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. അനിമോന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കൊണ്ടുപോയി, ഈ 1 കോടി കൂടാതെ ഒരു 10 ലക്ഷം രൂപ കൂടി കൊണ്ടുപോയി മാണി സാറിന് കൊടുത്തു എന്നാണ് അനിമോൻ ഇതിൽ പറയുന്നത്. അത് അനിമോന്റെ പേഴ്സണൽ ക്യാഷാണ് കൊടുത്തത്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് ജോണേട്ടനും അനിമോനും കൂടെ കയറി ചെന്നപ്പോഴാണ് ഈ 2 കോടി രൂപയുടെ മാണി സാർ ചോദിച്ചത്. ബാക്കി 3 കോടിയുടെ ബാക്കി 2 കോടി കൂടെ ചോദിച്ചത്. അതിനുശേഷം അവർ പോയി, അവരാരും കണ്ടില്ല. അനിമോൻ എല്ലാ ജില്ലയിലും, ആലപ്പുഴ ജില്ലയും കോട്ടയം അവിടെയൊക്കെ തൃശ്ശൂരൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അനിമോൻ പൈസ പിരിക്കുന്നു എന്നുള്ള വിവരം ഇന്ദു എന്ന് പറയുന്ന കൃഷ്ണദാസാണ്. അപ്പോളക്കുളം കൃഷ്ണദാസിന്റെ ഓമന പേരാണ് ഇന്ദു. അപ്പം ഇന്ദു നേരെ വിളിച്ചിട്ട് അനിമോനോട് പറഞ്ഞു പൈസ പിരിക്കരുത്. അതാണ് ഇന്ദുവാണ് സംസാരിക്കുന്നത്. പൈസ പിരിക്കരുതെന്ന് പറഞ്ഞ പൈസ പിരിക്കരുത്, ഇത് പിരിച്ച കാര്യം വെളിയിൽ പുറത്തു വരികയാണെങ്കിൽ അത് വളരെ മോശമാവും. അതുകൊണ്ട് അത് നമുക്ക് നെഗറ്റീവായിട്ടുണ്ടാവും. യാതൊരു കാരണവശാലും പൈസ പിരിക്കരുതെന്ന് അനിമോനോട് നിർദ്ദേശം കൊടുക്കുന്നു. ഇല്ല
5 ക്യാമറ എടുക്കാം 20 കോടി കൊടുക്കാം 3 സ്റ്റാറിന് 25 കോടി കൊടുക്കാം 5 കോടി 30 കൊടുക്കാൻ ഈ ഇൻസിഡന്റ് ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 712 ഈ മൊത്തം ഹോട്ടലുകൾ പൂട്ടാനായിട്ട് തീരുമാനിച്ചല്ലോ. അപ്പം 4 സ്റ്റാറും 3 സ്റ്റാറും നിലനിർത്തി കൊടുക്കുന്നതിലേക്ക് വേണ്ടി മാണിസാറിനെ പോയി കണ്ടിട്ട് ആദ്യം 25 കോടി കൊടുക്കാൻ അവര് ഈ 3 സ്റ്റാറുകാരും എല്ലാം കൂടി അനിമോൻ അടങ്ങുന്ന അവരാലോചിച്ച് തീരുമാനിച്ചിട്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിളിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി സുനിൽ പറയുന്നത് 5 കോടി രൂപയുടെ തിരുവനന്തപുരം ജില്ലയിൽ തരാം, ചൈന സുനിൽ അങ്ങനെ ജില്ലയിൽ നിന്ന് 5 കോടി കൂടെ പിരിച്ചു തരാം, അത് 30 കോടിയാക്കി കൊടുക്ക്, എങ്ങനെയെങ്കിലും 3 സ്റ്റാർ നിലനിർത്താൻ വേണ്ടി 30 കോടി രൂപ വെച്ച് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സംസാരം പോകുന്നത്. 4 സ്റ്റാറും 3 സ്റ്റാറും നിലനിർത്തുന്നതിന് 25 കോടി രൂപ കൊടുക്കാമെന്ന് അവര് ബാക്കി അനിമോനും ബിനോയ് എല്ലാവരും കൂടി ചേർന്ന് ബാക്കിയുള്ള ആൾക്കാരെ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ചൈന സുനിലിനോട് ചോദിച്ചപ്പോൾ ചൈന സുനിൽ പറഞ്ഞു 5 കോടി രൂപ തിരുവനന്തപുരത്തും കൂടെ കൊടുക്കാം, എക്സ്ട്രാ കൊടുക്കാം, അങ്ങനെ 30 കോടി നിങ്ങൾ ഓഫർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഓരോരുത്തർ ഓരോ കോടി രൂപ ഒരു മാസത്തെ 1 കോടി ഓരോരുത്തരും ഓരോ കോടി വെച്ചിട്ടാലും 3 മാസത്തെ കളക്ഷൻ ലാഭം എടുത്താൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഹോട്ടലും പൂട്ടുകയാണല്ലോ. അപ്പോൾ ഇപ്പൊ തന്നെ ഓരോ ഹോട്ടലിൽ 6 ഈ തുറന്നിരിക്കുന്ന ഹോട്ടലിൽ 6 അങ്ങോട്ടേക്ക് 6-7 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ ഡെയിലി കളക്ഷൻ ഉള്ള ഹോട്ടലുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ കോടി രൂപ വെച്ചിട്ടാലും മതിയല്ലോ എന്നാണ് ഈ പറയുന്നത്. ഈ 30 കോടി രൂപ എങ്ങനെ പിരിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് അതിന് അത്രയും കളക്ഷൻ ഉള്ള ഹോട്ടലുകളുണ്ട്. 3 മാസത്തെ പ്രോഫിറ്റ് 1 കോടിയാണ്. 3 മാസത്തെ പ്രോഫിറ്റ് ഇപ്പോഴത്തെ കണക്കിൽ 1 കോടി വരുമെന്നാണ് അവർ പറയുന്നത്. ഏത് ഈ 418 പൂട്ടിയതിന് ശേഷം 418 പൂട്ടിയതിന് ശേഷം 3 മാസത്തെ പ്രോഫിറ്റ് 1 കോടി രൂപ എങ്ങനെയാലും വരുമല്ലോ. അപ്പൊ 3 മാസത്തെ പ്രോഫിറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തുറന്നു കിട്ടുമല്ലോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 3 സ്റ്റാറും 4 സ്റ്റാറും തുറന്നു തരണം. 4 സ്റ്റാർ തുറക്കാൻ കോടതി ഉത്തരവായല്ലോ. 3 സ്റ്റാർ മാത്രമാണ്. അപ്പൊ 3 സ്റ്റാറിന് ഇപ്പൊ പല സ്ഥലത്തും 10 ലക്ഷം രൂപ വരെ സെയിൽസ് ഉള്ള 3 സ്റ്റാറുകൾ വടക്കോട്ടുണ്ട്. അപ്പൊ ആ വടക്കോട്ടുള്ള ആൾക്കാരാണ് ഈ സംസാരിച്ചത്. അവര് 3 മാസത്തെ ലാഭം എടുക്കുന്നെങ്കിൽ 1 കോടി രൂപ 3 മാസത്തെ പ്രോഫിറ്റ് വരും. അപ്പൊ അതിട്ടാ മതിയല്ലോ, 30 പേരിട്ടാ തന്നെ 30 കോടി രൂപ ആയല്ലോ എന്നാണ് ആ ചർച്ചയിൽ പറയുന്നത്. 25 പോണ്ട 30 ആക്കിക്കോ എന്ന് പറയുന്നത് സുനിൽ ചൈന സുനിൽ പറയുന്നത്. 5 കോടി രൂപ കുഞ്ഞാപ്പിച്ചനും ഇത് 5 കോടി രൂപ ഞാൻ കൊല്ലത്ത് വന്ന് തുണിസാമിൽ മേടിച്ചോണ്ട് വന്നിട്ട് രാത്രി 1 മണിക്ക് മഴക്കാരുടെ വീട് കൊണ്ടുവരും. ഇത് കൊണ്ടുപോയി ചെയ്യുമ്പോൾ മണ്ണം പോയി പൈസ അപ്പോൾ സാറേ ഇങ്ങനെ ഈ 312 ഇങ്ങനെ നിർത്തണം എന്നാൽ ആദ്യം ചെയ്യണം, പൈസ എടുക്കാൻ അവിടെ നമ്മൾ പറയും ഉറപ്പ് കിട്ടുന്നത് ഞാൻ പലിശക്ക് പൈസ വയ്ക്കാൻ ഞാൻ ആരുടെ പൈസ കേട്ടല്ല ഇതെങ്ങനെയാണ് പറഞ്ഞു. അത് ഞാനൊന്ന് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ചെയ്യുന്നു എന്തോ നമ്മളെ അത് നമ്മളെ വാങ്ങി മാണി സാറിന്റെ അടുത്ത് അനിമോൻ പോവുകയാണ്. രാത്രി 1 മണിക്കാണ്. അതൊക്കെയാണ് ഇത്. ഇവർക്കൊന്നും രാത്രി ഉറക്കമില്ല എന്നാണ്. രാത്രി 1 മണിക്കാണ് മാണി സാറിന്റെ അടുത്ത് ഈ 5 കോടി രൂപയുമായിട്ട് കൊല്ലത്തെ സുനിൽ സ്വാമി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ നിന്നും 5 കോടി രൂപ കടം വാങ്ങിക്കൊണ്ട് നേരെ പോകുന്നത് മാണി സാറിന്റെ വീട്ടിലേക്കാണ്. 1 മണിക്ക് എത്തുകയാണ്. 1 മണിക്ക് മാണി സാറിന് ഈ ക്യാഷ് മേശപ്പുറത്ത് തുറന്നു പാലയിലെ വസതിയിൽ വെച്ച് 5 കോടി രൂപ. 5 കോടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയാണല്ലോ. വലിയ തുകയാണ്. അപ്പൊ എങ്ങനെ കൊണ്ടുപോകുന്നത്? പെട്ടിയിൽ കൊണ്ടുപോവാ. ആ പെട്ടി കൊണ്ടുപോയി തുറന്നു വെച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് 312 മറ്റേ ഇതിലുള്ള 3 സ്റ്റാർ ഹോട്ടലുകൾ നിലനിർത്തി തരണം. ശരിയെന്നാ പറഞ്ഞപ്പോൾ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് മാണി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു എനിക്ക് സാർ ഉറപ്പ് തരണം, ഇത് ഞാൻ കടം മേടിച്ചു കൊണ്ടുവന്ന പൈസയാണ്, നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാണി സാർ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 3 സ്റ്റാർ മൂപ്പർക്ക് സ്വന്തം നിലക്ക് അത് ചെയ്തെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആദ്യം ശരിയെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ അനിമോന്റെ പൈസ ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചാൽ തിരിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് കടം മേടിച്ചുകൊണ്ട് വന്നതാണ്, എനിക്ക് ബാക്കി ശരിയാക്കി തന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും
മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് അനിമോൻ പറയുന്നത്. കൊല്ലത്തെ സുനിൽ സ്വാമിയുടെ കയ്യിൽ നിന്നാണ്, കൊല്ലത്തെ സുനിൽ സ്വാമി എന്ന് പറയുന്ന ബിസിനസ് വ്യാപാരക്കാരന്റെ കയ്യിൽ നിന്നാണ് മേടിച്ചോണ്ട് 5 കോടി രൂപ പലിശക്ക് കടം മേടിച്ചു. നോട്ടെണ്ണുന്ന മെഷീൻ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അതെ, ഇത് വന്നു കഴിഞ്ഞാൽ എണ്ണി നോക്കി എടുക്കുന്നതിലേക്ക് വേണ്ടി. അപ്പം ബാക്കി പറയായിരുന്നു മറ്റേ LDF വല്ലതും അറിയുകയാണെങ്കിൽ സാറിന് 25,000-50,000 ഒക്കെയാണ് അവർക്ക് എന്തെങ്കിലും സംഭാവനയായിട്ട് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന 25 കോടിയും ഇതൊക്കെ അവരറിയുകയാണെങ്കിൽ ഇനി അടുത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഇന്ദു കൃഷ്ണദാസ്. ഇത് തമാശക്ക് പറഞ്ഞ നോട്ട് പിന്നെ എണ്ണുന്ന യന്ത്രം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് തമാശക്ക് പറയുന്നത്. തമാശക്കല്ല, ഉണ്ടെന്നാണ് നേരത്തെ പറയുന്നവര്. വീട്ടിലുണ്ടെന്ന് മെഷീൻ ഉണ്ടെന്ന്. എലിഗൻസ് ബിനോയിയാണ് മറ്റേ കൊണ്ടുകൊടുത്തത്. 312 ഹോട്ടലുകള് തുറന്നത് 418 ഹോട്ടലുകൾ തുറക്കാതിരിക്കാൻ വേണ്ടി 5 കോടി രൂപ മാണിസാറിന് ഓഫർ ചെയ്തിട്ട് എത്ര കാശ് കൊടുക്കും? ബിനോയിയാണല്ലോ. ഞാൻ പറഞ്ഞ അത് കാണിച്ചേക്ക് തന്തേന്റെ അടിയാണല്ലോ. ഞാനിപ്പോ അവരോട് ചോദിക്കുന്നു, ഇപ്പൊ തന്നെ ചോദിക്കണോ? ഞാനെന്ത് എനിക്ക് തയ്ക്കുന്നു അവരെ പോലെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് 2 കോടി രൂപ എലിഗൻസ് ഹോട്ടലിലെ ബിനോയിയും ജോമോനും കൂടി ചേർന്ന്. ജോമോന് ഹോട്ടൽ ഓണറാണ്, വേറൊരു ഹോട്ടൽ ഓണർ. അല്ലല്ല, ജോസ് കെ മാണി അല്ല, കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ വിവരം അറിഞ്ഞിട്ട് ഇന്ദ്രബാലൻ ജോസ് കെ മാണിയെ വിളിച്ച് ചോദിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ മേടിച്ചത് ഇത് വിചാരിക്കാൻ മേടിച്ചു എന്ന് അല്ലേ? അതിന് മുന്നേ 2 കൊടുത്തെന്ന് പറയുന്നത് 310 അടയ്ക്കാൻ ഓർഡർ ഉള്ളപ്പോഴാണ്. അല്ലാതെ അത് ഓർഡർ ഉള്ളപ്പോഴാണ് 400 ആർക്ക് കാശ് കൊടുത്താലും കൊടുത്തിട്ട് നിറയുള്ള പൈസ കയ്യിലുള്ളതാണ്. ക്യാബിനറ്റ് പാസാക്കിയ subject to the continuous stipulation in the cabinet note, now para 105, except non-standard bar hotels mentioned in the Supreme Court judgment. Either of the ആദ്യത്തെ നോട്ടില് 418 എന്നുള്ള വിവരമില്ലായിരുന്നു. ക്യാബിനറ്റ് നോട്ടില് ഇറങ്ങിയ ആദ്യം ഇറങ്ങിയ നോട്ടില് 418 ഇല്ലായിരുന്നു. നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറുകൾ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബാറുകൾ പുതുക്കണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഈ 418 എന്നുള്ള
ഇത് രണ്ടാമത്തേതിലാണ് ഒരു സപ്ലിമെന്ററി ആയിട്ടാണ് 418 ഇറങ്ങിയിരിക്കുന്നതാണ്. അതിന്റെ എവിഡൻസ് പേപ്പേഴ്സ് ഒക്കെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് ജോൺ ഗെലാട്ട് പൊക്കി പിടിച്ച് സംസാരിക്കുന്നത്. അതായത് ഈ 418 ബാർ തുറക്കണം എന്ന് ആദ്യം അഭിപ്രായം പറഞ്ഞ കെ എം മാണി പിന്നീട് 418 ഒരു ബാറും കൂടുതലായി അടഞ്ഞു കിടന്നാൽ അത്രയും നല്ലത് എന്നുള്ളൊരു നിലപാടെടുത്തത് ആദ്യം ഈ 418 തുറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്ത 1 കോടിക്ക് പകരമായി ഈ 312 മാത്രം തുറന്നു കിടന്നാൽ മതി, 418 തുറക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ 2 കോടി കൊടുത്തപ്പോഴാണ് മാണി സാർ ആ നിലപാടെടുത്തത്. ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നറിയില്ല, ഒന്ന് പറഞ്ഞത് എങ്ങനെയാന്ന്? അത് തന്നെയാണ് പറഞ്ഞത്. ഈ മറ്റേ ഇത് വന്നപ്പോൾ അത് കൂട്ടി വായിച്ച് ഇത് 2 കൂടി അനിമോൻ പറയുന്നതും കൂടി കൂട്ടി വായിച്ചാൽ അതാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഇന്ദു പറയുന്നത്. ഇന്ദു എന്ന് പറയുന്നത് കൃഷ്ണദാസ് പറയുന്നത്. കാര്യം ഈ ആദ്യം 418 തുറക്കണമെന്നാണ് ആദ്യം മാണി സാറിന്റെ ആദ്യത്തെ നിലപാട്. 418 തുറക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് മാണി സാർ നിലപാട് മാറ്റുന്നു. ഇതിൽ ഒരെണ്ണമെങ്കിലും പൂട്ടി കിടന്നാൽ അത്രയും നല്ലത് എന്ന് പറയുന്നത് ഈ പൈസ മേടിച്ചത് കൊണ്ടാണ് മാണി സാർ പെട്ടെന്ന് മറുകണ്ഠം ചാടി നിലപാട് മാറ്റിയത്. ആദ്യം ഈ ബാറുകൾ അടക്കാൻ പാടില്ല എന്ന് മാണി സാർ നിലപാടെടുത്തപ്പോ ബിഷപ്പുമാരുടെ സമ്മർദ്ദപ്രകാരമാണ് ഈ 418 അടഞ്ഞു കിടക്കട്ടെ എന്ന നിലപാടിലേക്ക് മാണി സാർ മാറിയത് എന്നാണ് പൊതുസമൂഹം വിചാരിച്ചത്. പക്ഷേ പൊതുസമൂഹം നമ്മളൊക്കെ വിചാരിച്ചത് പള്ളിയിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കാം മാണി സാറ് ബാറുകൾ അടയുന്ന കാര്യം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന മാണി സാറ് പെട്ടെന്ന് മാണി സാറിന്റെ വാദമുഖം മാറുന്നു. ഈ 418 ഒരെണ്ണമെങ്കിലും അടയാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള നിലപാടിലാണ് മീഡിയയിലൊക്കെ പിന്നെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഒറ്റ ഓർഗനൈസേഷൻ, ഒരു സംഘടനയാണെങ്കിൽ തന്നെയും ഈ സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പലരുടെയും ഉള്ളിലുള്ള മോഹം ഈ 418, കുറച്ചുപേരുടെ ഉള്ളിലുള്ള മോഹം എന്ന് പറയുന്നത് ഈ 418 അടഞ്ഞു കിടക്കട്ടെ എന്നുള്ളതാണ്. ഇല്ല, 312 418 അടങ്ങിയപ്പോ കച്ചവടം 3 ഇരട്ടി 4 ഇരട്ടിയായി. 1 ലക്ഷം രൂപ വിറ്റുകൊണ്ടിരുന്നവർ 3-4 ലക്ഷം രൂപ കച്ചവടമായി. കാര്യം 3-4 ബാറാ പൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പണം സ്വരൂപിച്ച് കൊണ്ടു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് ഉണ്ടായത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് പൂട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് 1 ലക്ഷം രൂപ കച്ചവടം ഉണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് എന്റെ ചുറ്റുപാടുള്ള 5-6 ബാറാ പൂട്ടുന്നത്. 5-6 ബാർ പൂട്ടുമ്പോൾ എന്റെ സെയിൽ നേരെ 6 ഇരട്ടി 6 ലക്ഷം 7 ലക്ഷം രൂപയിലേക്ക് സെയിൽ മാറുന്നു. അത് മാറുമ്പോഴത്തേക്കും പിന്നെ പൈസയോടുള്ള അമിതമായ താല്പര്യം വരുന്നു. മറ്റു ബാർ ബിസിനസ് അത് തുറക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നു. അതിപ്പോൾ ഇവിടെയൊക്കെ അല്ലെങ്കിൽ പോലും പുതിയ ബാർ വരുമ്പോൾ മറ്റു ബാറുകാരന്മാരെ ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലോ. ഞാൻ തന്നെ നെടുമങ്ങാട് ഒരു ബാർ പണിഞ്ഞ ഒരു 4 സ്റ്റാർ പണിഞ്ഞിട്ട് 3 വർഷമായി. തൊട്ടടുത്തിരിക്കുന്ന 2 ബാറും ഒരു വ്യക്തിയുടെയാണ്. എനിക്ക് 68 കേസ് പല പബ്ലിക് ലിറ്റിഗേഷൻ കേസ് ആ ഹോട്ടലിനെതിരെ കൊടുത്തു. ഇതുവരെ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. 4 സ്റ്റാർ പണിഞ്ഞിട്ടിട്ട് 3 വർഷമായി. അസോസിയേഷൻ തന്നെ ഉള്ള അംഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവർ പണിയത്തില്ല. മറ്റേ പബ്ലിക് ലിറ്റിഗേഷനായിട്ട് കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് സ്വാഭാവികമായിട്ട് എനിക്ക് മാത്രമല്ല പല ഹോട്ടലുകൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബാറുകൾ തമ്മിലുള്ള ദൂരപരിധി എങ്ങനെ വന്നത്? ഒരു ബാറിൽ നിന്നും 2 കിലോമീറ്റർ മാറിയേ പുതിയ ബാർ സ്ഥാപിക്കാൻ പാടില്ല. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമാണെങ്കിൽ, കോർപ്പറേഷനിലാണെങ്കിൽ ഒരു ബാറിൽ നിന്നും 1 കിലോമീറ്റർ മാറിയേ. അങ്ങനെയായിരുന്നല്ലോ ആദ്യത്തെ പോളിസി വന്നത്. ലോകത്തെവിടെയെങ്കിലും സ്കൂളുകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനം, ദേവാലയം, ഇത് ആർക്ക് വേണ്ടിയായിരുന്നു? ബാറുകാർക്ക് വേണ്ടി. അല്ലാതെ ആർക്ക് വേണ്ടിയായിരുന്നു ആ പോളിസി? അല്ല, സാധാരണ ബാറുകാർക്ക് വേണ്ടി എന്ന് പറയണം. നിലവിലുള്ള ബാറുകാരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ചില ബാറുകാർ പുതിയ 4 സ്റ്റാർ ഹോട്ടലുകൾ മറ്റ് ബാറുകളുടെ സമീപത്ത് പുതുതായി വന്നപ്പോൾ ആ ബാറുകൾ വന്നാൽ അത് ഈ കൃഷ്ണദാസിന് വേണ്ടി കെ ബാബു ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പരക്കൊരു സംഭാഷണം കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആരുടെയൊക്കെ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് തലത്തിൽ എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലായി. മറ്റ് ബാറുകാർ തന്നെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അസോസിയേഷന്റെ സമ്മർദ്ദം കൊണ്ട് വന്നതല്ല. ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് പുതിയ ഇത് വന്നത്. ഒരു ബാറിൽ നിന്നും 2 കിലോമീറ്റർ മാറി പുതിയ ബാർ വരാൻ പുതിയ 4 സ്റ്റാർ എന്ന് വെച്ചാൽ നിലവാരമില്ലാത്ത ബാറുകൾ നിൽക്കുമ്പോൾ അതിന്റെ അടുത്തൊരു ബാർ വന്നാൽ 2 കിലോമീറ്റർ മാറിയ പുതിയ 4 സ്റ്റാർ ആണ് വരുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടത്. നിങ്ങൾ ബാർ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ബാർ കൊടുക്ക്. 4 സ്റ്റാർ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്, എല്ലാ 4 സ്റ്റാറുകൾക്കും കൊടുക്കുക. അതിനകത്ത് വിവേചനം പാടില്ല. അവിടെ വെച്ചാണ് ഈ പറയുന്ന CAG റിപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം പൊടിതട്ടിയെടുത്തത്. ആണ് ഈ 4 സ്റ്റാർ പണിഞ്ഞിട്ടിട്ട് അവർക്ക് ബാർ കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ഈ ദൂരപരിധി പറഞ്ഞുകൊണ്ട് കിട്ടാതെ വന്നപ്പോഴാണ് അവർ ഈ CAG റിപ്പോർട്ടും എല്ലാം തപ്പിയെടുത്തുകൊണ്ട് സുപ്രീം കോടതി കൊണ്ട് ഹാജരാക്കുകയും ഇത് പൂട്ടാനുള്ള കാരണവും നമ്മളൊക്കെ തന്നെ ഇതിനകത്തുള്ള ഇന്റേണൽ ഫൈറ്റ് തന്നെയാണ്. ഇത് ബാറുകളെല്ലാം പൂട്ടാനും ഈ പ്രശ്നങ്ങളെല്ലാം ഇഷ്യൂയിലേക്ക് ഇത് അടിസ്ഥാനപരമായ പശ്ചാത്തലം എന്ന് പറയാം. പിന്നീട് നിങ്ങൾ ഈ 418 പൂട്ടിക്കിടന്നപ്പം ഈ 312കാർക്ക് വലിയ തോതിലുള്ള ഒരു അത്യാഗ്രഹം വന്നു. 3 ഇരട്ടിയും 4 ഇരട്ടിയും കൂടുകയാണല്ലോ. അപ്പൊ അവർ സ്വന്തം നിലക്ക് ഒരു കുറുമുന്നണി ഈ പറയുന്ന ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനിൽ ഉണ്ടാക്കി അവർ മാണി സാറിനെ നേരിട്ട് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അത് ഞങ്ങളിൽ പലരും അറിഞ്ഞിട്ടില്ല എന്ന് ആ സംഘടനയിൽ തന്നെ പലരും. ഇല്ല, അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ആരും അല്ലാതെ ഒരു ചർച്ചയാണ് അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരികയും അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് കാര്യം നമ്മൾ അറിയാൻ അത് അനുവദിക്കില്ല.
കാര്യം നിലവിലുള്ള എല്ലാവരെയും മൊത്തം ആൾക്കാരെ സംരക്ഷിക്കുകയാണ് അസോസിയേഷന്റെ കടമയും അതിലിരിക്കുന്ന ഭാരവാഹികളുടെയും കടമ. മൊത്തം അതിലെ മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ വിവേചനം കാണിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ആരും സമ്മതിക്കില്ല എന്നറിയാന്നുള്ളത് കൊണ്ടാണ് അവർ ഞങ്ങൾ ആരുമായിട്ട് പ്രധാനപ്പെട്ട ആരുമായിട്ട് ആലോചിക്കാതെ മറ്റ് ഈ പറയപ്പെടുന്ന ചൈന സുനിൽ ഉൾപ്പെടെയുള്ള ചിലരുമായുള്ള കൂടിയ ഇതുപോലുള്ള ആൾക്കാരുമായി കൂടുതൽ 418 ബാറുകളിൽ കൂടുതൽ പൂട്ടിയിട്ടുള്ളവരോട് ഈ കാര്യം പറഞ്ഞാൽ അവരതിനെ എതിർക്കുമെന്നുള്ളത് കൊണ്ട് അവരോട് അത് പറയാതെ ഈ 312 ആളുകൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ്. അത് 312 മാത്രമായിട്ടുള്ളവർ, അതിൽ മാത്രമുള്ളവർക്ക് 2-ലുള്ളവരുണ്ട്. 412 പെട്ട് 312-ലുള്ളവരോട് അവരോട് സംസാരിക്കില്ല. അതിപ്പോ ഇന്ദ്രപാലനായാലും 412-ലും 312-ലും ഉണ്ട്. ഇന്ദ്രപാലിനോട് സംസാരിച്ചിട്ടില്ല, കൃഷ്ണദാസിനോട് സംസാരിച്ചിട്ടില്ല, ഇന്ദുവിനോട് മറ്റേ ധനേഷിനോട് സംസാരിച്ചിട്ടില്ല, ഉണ്ണിയോട് സംസാരിച്ചിട്ടില്ല. അനിമോൻ തുടങ്ങുന്ന കുറെ ആൾക്കാർ മാത്രമായിട്ട് ബിനോയ് അടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കോക്കസ് ആണ് അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് 312 മാത്രമുള്ള ആളുകൾ ഇപ്പൊ എക്സ്ട്രാ എത്ര കൊടുത്തു? 1 കോടി നിങ്ങൾ ആദ്യം കൊടുത്തു, 418 വേണ്ടി കൊടുത്തു. 2 കോടി 312 418 തുറക്കാതിരിക്കാൻ കൊടുത്തു. ഇതിന്റെ ഇടയിൽ മാണിസാറിനെ കാണാനായിട്ട് അനിമോനും ജോൺ ഗലാട്ട് കൂടി ചെന്നപ്പോൾ 3 കോടി രൂപ ചോദിച്ചുവെന്നും അതിൽ പിന്നെ ഒരു 10 ലക്ഷം രൂപ ചോദിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള ധാരണയിൽ അനിമോന്റെ കയ്യിൽ നിന്നൊരു 10 ലക്ഷം രൂപ പേഴ്സണലായിട്ട് കൊടുത്തു. അസോസിയേഷന്റെ കണക്കിലല്ല, അനിമോന്റെ പേഴ്സണൽ ഫണ്ട്. ഞാനൊന്ന് ബ്രീഫ് ചെയ്യട്ടെ. 1 കോടി രൂപ 418 ബാർ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി പൂട്ടുന്നതിന് മുമ്പ് തന്നെ 15 ലക്ഷം 35 ലക്ഷം 50 ലക്ഷം 15 ലക്ഷം 50 ലക്ഷം 35 ലക്ഷം എന്നീ ഗഡുക്കളായി തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ അവസാനവും ആദ്യത്തെ 2 ഗഡു പാലായിലെ മാണിസാറിന്റെ വസതിയിലും ചെന്നു കൊടുക്കുകയാണ്. അത് ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ആണത്. സെക്കൻഡ് ഫേസിൽ 2 കോടി രൂപ 312 ബാറുകാർ കൊടുത്തു. അതെന്തിനാണ്? ഈ 418 ഇനി തുറക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് 3 കോടി രൂപ കൂടുതൽ മാണിസാർ ചോദിച്ചു. ആ സമയത്താണ് ജോൺ കല്ലാട്ട് അവിടെ നിന്ന് അപ്പം തന്നെ മുങ്ങി പിന്നെ കാണുന്നത് ഈ യോഗത്തിനാണെന്ന് അനിമോൻ പറയുന്നത്. അപ്പോൾ അന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് 10 ലക്ഷം രൂപ കൊടുത്തു. അതായത് 1 കോടിയും 2 കോടിയും 3 കോടി രൂപ 10 ലക്ഷം രൂപയാണ് മാണിസാറിന് കൊടുത്തത്. അനുമോൻ വേറൊരു ഘട്ടത്തിൽ വന്ന് മാണിസാറിന് രാവിലെ 1 മണിക്ക് 5 കോടി രൂപ അവിടെ കയ്യിൽ കൊണ്ടുവെക്കുകയാണ് ഈ 3 സ്റ്റാർ ബാർ തുറക്കുന്നതിന് വേണ്ടി. അതൊരു 3ാം ഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കണം. ഈ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണല്ലോ മുഖ്യമന്ത്രി ഈ 3 സ്റ്റാർ ഹോട്ടലുകൾ പൂട്ടാനായിട്ട് ഉത്തരവിടുന്നത്. ആ സാഹചര്യത്തിലാണ് മുഴുവൻ ബാറുകളും പൂട്ടാനായിട്ട് ഉത്തരവ് വന്നല്ലോ, 5 സ്റ്റാർ ഒഴിച്ചിട്ട്. ആ ഘട്ടത്തിലാണ് ആ സമയത്ത് 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു തുറക്കാനായിട്ട്. അപ്പൊ പിന്നെ 3 സ്റ്റാർ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് അവർക്ക് ആ 3 സ്റ്റാർ നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഇവർ പോയി ഈ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് 5 കോടി രൂപ അനിമോൻ കൊണ്ടുപോയി രാവിലെ 1 മണിക്ക് കൊണ്ടുപോയി മാണിസാറിനെ കാണിക്കുന്നത്. ഇതൊക്കെ 1 മണിക്കാണ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് പണം കൊടുത്തേ തീരൂ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കെ എം മാണി മാത്രമല്ല അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഉമ്മൻചാണ്ടി വരുന്നുണ്ട്. പറയൂ, ഉമ്മൻചാണ്ടിയുടെ പേരില്ലേ? അല്ല, മൊത്തത്തിലുള്ള ചർച്ചകൾ ഇത് ആരൊക്കെ കണ്ടു, ആരൊക്കെ സംസാരിച്ചു, ഞാൻ ആരുടെ പേരും ബാക്കി പറയില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു വളരെ വ്യക്തമായി. ഞാൻ ഒരാളെ പറ്റി പറഞ്ഞു, പക്ഷെ അത് തന്നെ ഒരുപാട് രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ്. കാര്യം ഇപ്പം തന്നെ കെ എം മാണിയുടെ ഈ PC ജോർജൊക്കെ ചാനലിലൂടെ വളരെ മോശമായ തെറികളൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ വെറുതെ ഞാനെന്തിനാ ഒരെണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ്സുകാർ മൊത്തമായി ഇപ്പം എന്നെ അധിക്ഷേപിച്ചും എനിക്ക് മാനസിക രോഗമാണെന്നും ഞാൻ അധോലോകത്തിന്റെ ആളാണെന്നും ഒക്കെ എന്തൊക്കെയോ വളരെ മോശമായ രീതിയിലാണ് ഇന്ന് പല ചാനലിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു പൊതുപ്രവർത്തകൻ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ മ്ലേച്ഛമായ അസഭ്യങ്ങളൊക്കെയാണ് ചാനലിലൂടെ വിളിച്ചു പറയുന്നത്. അതായത് കേരള കോൺഗ്രസ് അടുത്ത ബാക്കിയുള്ള പ്രശ്നത്തിൽ കൂടെ ഞാൻ പോയി ഇനി ചാടുന്നതിന്റെ കാര്യമില്ലല്ലോ. അതെ, ഞാൻ ഇങ്ങനെ സമ്മപ്പിക്കാം. കെ എം മാണിയെ കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചു. കേൾക്കാവുന്നതിന്റെ പരമാവധി കേരള കോൺഗ്രസുകാരുടെ വായിൽ നിന്ന് താങ്കൾ കേട്ട് കഴിഞ്ഞു. തെറി വരെ കേൾക്കുന്നു, പച്ചത്തെറി തന്നെയാണ് പറയുന്നത്. തെറി വരെ കേൾക്കുന്നു. അപ്പൊ ഇനി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ ബാബു എന്ന് പറയുന്ന കോൺഗ്രസുകാരെ കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അങ്ങനെയൊന്നും ആരെയും പേരെടുത്ത് പറയണ്ട. ഞാൻ ആരുടെയും പേര് പറയില്ല. ട്രാൻസാക്ഷനുള്ള അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി അതാ ഞാൻ പറഞ്ഞ ഒരു സെൻട്രൽ ഏജൻസി വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് വിജിലൻസിന്റെ കയ്യിലുണ്ട്. ആ മിനിറ്റ്സ് ബുക്കിൽ ഇതിനു മുമ്പുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്.